എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് വൈറ്റമിൻ ഗുളികകൾ എന്തായാലും ഉണ്ടാവും. ഒന്ന് തപ്പി നോക്കിയാൽ മതി. അതായത് നമ്മൾ മറന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉള്ള വൈറ്റമിൻ സിറപ്പുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വൈറ്റമിൻ ഗുളികകൾ വെച്ചിട്ടുള്ള ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റമിൻ ഗുളികകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്സ്യൂൾ ആണെങ്കിൽ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റ് എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഗുളികയാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു 3-4 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. ഞാനൊരു 3 ക്യാപ്സ്യൂളും പിന്നെ ഒരു ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റും കൂടി ഇതിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ചെടികൾക്കുമുള്ള നല്ലൊരു വളമാണ് ഇവിടെ തയ്യാറായത്. നമ്മൾ എപ്പോഴും എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ ഇതുപോലുള്ള വൈറ്റമിൻ ഗുളികളൊക്കെ കളയാണ് ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് കുറച്ചീശയായിട്ട് ആ ചെടിയുടെ കടക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. വെറുതെ കൊണ്ടിടുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സിറപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഇതുപോലുള്ള വൈറ്റമിൻ സിറപ്പുകൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു വളമായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് കുറച്ച് നല്ലത്. ആ കടയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് മണ്ണൊന്ന് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സാധാരണ ഒരു 4 ടാബ്ലറ്റോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളൊക്കെയാണ് 1 കപ്പ് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സിറപ്പ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതുപോലെ നമുക്ക് പൂച്ചെടികൾക്കോ ഇലച്ചെടികൾക്കോ അതുപോലെ പച്ചക്കറികൾക്കോ എന്തിനു വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം നാളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു തവണ ഒഴിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇനി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഇതുപോലുള്ള സിറപ്പുകളും ഗുളികളൊക്കെ എന്തായാലും കളയാതെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നും അങ്ങനെ വേസ്റ്റാക്കിയിട്ട് കളയരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അറിയാത്തവർക്കൊക്കെ നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള വളങ്ങളെക്കുറിച്ചും അതുപോലെ കീടങ്ങളെ അകറ്റാനുള്ള മരുന്നുകളെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നവരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതുതായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് അതിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് താങ്ക്സ്. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.